Hi all, welcome to I+. ഞാൻ അക്ഷര. നമുക്ക് കേട്ടിട്ട് എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന സൈക്കോളജി കൺസെപ്റ്റ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സെക്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്നവർക്ക് ഏകദേശം എങ്ങനെയാണ് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ്സ് എന്ന ഒരു ധാരണയൊക്കെ കിട്ടിക്കാണും. അപ്പോൾ എന്ത് ചെയ്യാം, ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോസ് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Achievement motivation is എന്താണ് achievement motivation? Willingness to accept success and failure equally, tendency to act impulsively, the tendency to persist at challenging tasks, the tendency to avoid failure. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ നമ്മൾ പഠിച്ചു. എന്നാൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? മോട്ടിവേഷൻ നേടി നമുക്ക് അച്ചീവ്മെൻറ്റിലോട്ടൊക്കെ പോകണം എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? the tendency to persist at challenging task. നമ്മുടെ മുമ്പിൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് വന്നു, അപ്പോൾ നമ്മൾ എന്താണ്, അത് ഇട്ടേച്ച് പോകാതെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, അച്ചീവ്മെൻറ്റിലോട്ട് എനിക്ക് എത്തണം. സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സിലബസൊക്കെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ചു, പുതിയ നോട്ട്ബുക്കും പുതിയ പേനയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പഠിക്കാനിരിക്കുകയാണ്, അത് ഹൈലി മോട്ടിവേറ്റഡ് ആണ്. പക്ഷേ പതിയെ എന്ത് ചെയ്യും, നമുക്ക് മോട്ടിവേഷൻ കുറഞ്ഞു സ്വാഭാവികമാണ്. പക്ഷേ നമ്മളെന്താണ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ആ ഒരു അച്ചീവ്മെൻറ്റ്, നമ്മളൊരു എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഒരു കിട്ടാൻ പോകുന്നു നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് എന്താണ് അത്രയധികം ശ്രദ്ധയുണ്ടെങ്കിൽ, അത്രയധികം എന്താണ് നമുക്കത് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ പെർസിസ്റ്റ് അറ്റ് ദാറ്റ് ചലഞ്ചിങ് ടാസ്ക്. അതൊരു ചലഞ്ചിങ് ടാസ്ക് തന്നെയാണ്. എന്തൊരു കാര്യമാവട്ടെ, ഇത്തരം എക്സാമിനേഷൻസ് ക്വാളിഫൈ ചെയ്യുക ചലഞ്ചിങ് ടാസ്കുകൾ തന്നെയാണ്. പക്ഷേ ചലഞ്ചിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പകുതി വഴിയിൽ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ തന്നെ പെർസിസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വന്നാലും ഇട്ട് പോകാതെ അതെന്ത് ചെയ്യണം, അതിൽ തന്നെ നമുക്ക് മുറുകെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ആ ഒരു ചലഞ്ചിങ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. The news of a woman selling her child obtained food may be understood best on the basis of. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഒരു ന്യൂസ് കേൾക്കുവാണ്, ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, ഫുഡിന് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, എന്താ ഒരു വല്ലായ്മ തോന്നിയെങ്കിലും നമുക്കൊരു തിയറി വെച്ച് അതിനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് തിയറിയാണ്? സൈക്കോ സോഷ്യൽ തിയറി, തിയറി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടിജൻസീസ്, സൈക്കോ അനലിറ്റിക്കൽ തിയറി, തിയറി ഓഫ് ഹൈറാർക്കിയൽ നീഡ്സ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കുകയും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആരുടേതാണ്? മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ്. അവിടെ എന്താണ്, നമ്മളിങ്ങനെ പിരമിഡൊക്കെ വരച്ച് പഠിച്ചാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് പിന്നെയാണ് നീഡ്സ് കൂടി എന്ത് ചെയ്യുന്നത്, പല നീഡ്സിലോട്ട് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ ഏറ്റവും ബേസിക് നീഡ്സ് ആയിരിക്കണം നമുക്ക് ഏറ്റവും ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഘട്ടം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്താണ് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളിൽ വരുന്നതാണ് ഈ ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എങ്ങനെ കണക്ട് ചെയ്യാം, ഇത് ഹൈറാർക്കിയൽ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഹൈറാർക്കി നിങ്ങൾ പഠിച്ചിട്ട് പോകുക, അവിടെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ്. മാസ്ലോവിൻ്റെ എന്താണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് നിങ്ങൾ പഠിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? കണ്ടില്ലേ, ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനും ഒക്കെ എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. നമുക്ക് നോക്കാം. A student studying a subject because they find it fascinating, a student studying to earn a scholarship, a student studying because they love the process of learning, a student studying because they want to help their friends. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ആപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഒരു കാര്യമുണ്ട്, നമുക്കൊരു എക്സ്റ്റേണൽ റിവാർഡ് എന്നുള്ള രീതിയിൽ നോക്കണം അല്ലേ. അപ്പോൾ എന്താണ്, ഒരു കാര്യം പഠിക്കുന്നത് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നു, അതുകൊണ്ട് പഠിക്കുന്നു. ലേണിംഗ് പ്രോസസ് ഇഷ്ടമാണ്, അതുകൊണ്ട് പഠിക്കുന്നു. കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവിടെ നമുക്ക് കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എക്സ്റ്റേണൽ റിവാർഡ്സ് ഒന്നും അവിടെ പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എക്സ്റ്റേണൽ റിവാർഡ് വരുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? എ സ്റ്റുഡൻറ്റ് സ്റ്റഡിങ് ടു ഏൺ എ സ്കോളർഷിപ്പ്, ഒരു സ്കോളർഷിപ്പിന് വേണ്ടി. അപ്പോൾ അവിടെ എന്താണ്, പഠിക്കാൻ എന്താണ് ഭയങ്കരമായിട്ട് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ആ പ്രോസസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടാണ്? സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടും. മുമ്പും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരു കുട്ടി ശാസ്ത്രമേളയിൽ 1ാം സമ്മാനം നേടാനായിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തോരം മോട്ടിവേഷനാണ്. അപ്പോൾ എന്താണ്, ശാസ്ത്രമേളയിൽ 1ാം സമ്മാനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എക്സ്റ്റേണൽ റിവാർഡാണ്. എന്നാൽ ശാസ്ത്രമേളയിൽ തൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടി എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അവിടെ എന്താണ് എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും വരുന്നില്ല, ആ കുട്ടിക്ക് തന്നെ ആന്തരികമായിട്ടുള്ളൊരു സന്തോഷമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടർ ഒന്നും എന്താണ് സ്കോളർഷിപ്പാണ്. അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ അത് എന്ത് മോട്ടിവേഷനാണ്? അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അടുത്ത ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ വാട്ട് ടൈപ്പ് എക്സ്പോഷർ ക്യാൻ ബി ബ്രോഡൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആഗോളവൽക്കരണമാണ്. നമുക്കറിയാം ലോകം ഒരു ചെറിയ ഗ്രാമമായിട്ട് ചുരുങ്ങി. നമുക്കിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും എന്താണ് ഞൊടിയിടയിൽ സാധിക്കും. അപ്പോൾ അവിടെ എന്താണ് എക്സ്പോഷർ കിട്ടണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? എക്സ്പോഷർ കിട്ടണമെങ്കിൽ അവിടെ എന്ത് പെർസ്പെക്റ്റീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് പ്രാധാന്യം നമുക്ക് നോക്കാം. ടെക്നോളജി ആക്സസ്, എക്കണോമിക് കണ്ടീഷൻ, കൾച്ചറൽ എക്സ്ചേഞ്ച്, പ്രയർ നോളജ്. അപ്പോൾ എന്ത് വരും? കൾച്ചറൽ എക്സ്ചേഞ്ച് ആണല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, മറ്റുള്ള കൾച്ചറുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് എക്സ്പോഷർ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും പെർസ്പെക്റ്റീവ്സും ഒക്കെ മാറും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു അല്ലേ. കൾച്ചറിന് തീർച്ചയായിട്ടും എന്താണ് ലേണിങ്ങിൽ വളരെ വലിയൊരു പങ്കുണ്ട്. സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ ലേണർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ തീർച്ചയായിട്ടും ആ ഒരു ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്യും? സ്വാധീനിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അടുത്ത ചോദ്യം, സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആസ്ക്ഡ് ടു അസംബിൾ വേരിയസ് ആർട്ടിഫാക്ട് ഓഫ് ദിയർ വർക്ക് ഇൻ എ നോട്ട്ബുക്ക് ടു ഡെമോൺസ്ട്രേറ്റ് വാട്ട് ദേ ക്യാൻ ഡു ഫോർ ദിയർ സൊസൈറ്റി. വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ഈസ് ദിസ്? അപ്പോൾ എന്താണ് കുട്ടികളും പല ടൈപ്പിലുള്ള ആർട്ടിഫാക്ട്സ് ഒക്കെ കൊണ്ടുവന്ന് അവരുടെ നോട്ട്ബുക്കിൽ വർക്കായിട്ട് വെച്ചു. അപ്പോൾ എന്നിട്ട് എന്താണ് അവർക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യം ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കൊടുത്തതാണ്. അപ്പോൾ അതിന് വേണ്ടി പല പല കാര്യങ്ങൾ കുട്ടികളെ കളക്ട് ചെയ്തു ബുക്കിൽ വെച്ചു. അപ്പോൾ അത് എന്ത് തരം ആക്ടിവിറ്റിയാണ്? essay type assessment, anecdotal assessment, problem solving assessment, portfolio assessment. അപ്പോൾ എന്താണ് അവിടെ വരിക? അവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് ആണ് കേട്ടോ. പോർട്ട്ഫോളിയോ കാരണം എന്താണ് പല പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അവരിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആർട്ടിഫാക്ട്സ് ഒക്കെ എന്താണ് ഇങ്ങനെ കളക്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യും? അത് പോർട്ട്ഫോളിയോ ആണ് കേട്ടോ. ഇതുപോലെ ഓരോ അച്ചീവ്മെൻറ്റ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കളക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ്. എന്നാൽ എസ്സേ ടൈപ്പ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് ചോദിക്കുവാണ്. ഇപ്പോൾ എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് തന്നെ നമുക്ക് എസ്സേ ടൈപ്പ് വെച്ചെന്ന് പറയാം. സമൂഹത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളൊരു 500 വാക്കുകൾ ചുരുങ്ങാതെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് എസ്സേ ടൈപ്പ് ആയി കഴിഞ്ഞു. അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്തെങ്കിലുമൊക്കെ പ്രത്യേക സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം ഒരു പർട്ടിക്കുലർ സംഭവം നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. സംഭവ വിവരണ രേഖയാണ്. പ്രോബ്ലം സോൾവിങ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊടുക്കുക. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മേഖലയിൽ ഡൗട്ട് ഉണ്ട്, അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ പല പല മെത്തേഡ്സുമായിട്ട് കുട്ടികൾ വരുവാണെങ്കിൽ അതെന്താണത് പ്രോബ്ലം സോൾവിങ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് തുടർന്നുള്ള സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.